സ്വാതി ബഡായിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ബഡായി കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ തന്നെ ബഡായി എന്നൊക്കെ ഒരു പേരിട്ടിട്ട് ഒരു ചാനൽ തുടങ്ങേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സത്യമുണ്ട്, നുണയുണ്ട്. ഈ നുണ ഒരാളുടെ മുമ്പിൽ പറഞ്ഞ് അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് അത്രയും വിശ്വസനീയമായ രീതിയിൽ അതിനെ അണിയിച്ചൊരുക്കേണ്ടതുണ്ട്. ഒരുപാട് ഡെക്കറേഷൻ ആവശ്യപ്പെടുന്നുണ്ട് നുണ. കാരണം വിശ്വസിപ്പിക്കണം നമുക്ക് നിർബന്ധമായിട്ടും. സത്യത്തിന് അതിൻ്റെ ആവശ്യമില്ല. സത്യം അവിടെ കിടക്കുകയാണ്. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സത്യമാണ്. യാതൊരു തരത്തിലുള്ള ഡെക്കറേഷനും വേണ്ട. പാലക്കാട്ടുകാർ പറയുന്ന മാതിരി, ഏട്ടേ നിങ്ങൾ പറഞ്ഞാലും സത്യമുണ്ട്, ശരിയുണ്ട്, പക്ഷേ ന്യായമില്ല. എവിടെ ന്യായം? അതാണ് ഞാൻ പറയാവുന്ന ബഡായി. ഈ എവിടെ ന്യായമാണ്? പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നുണകളെയാണ്. ഏത് പെരുന്നുണകളെയും നമ്മൾ ഒരു കുറച്ച് നേരത്തെങ്കിലും വിശ്വസിച്ചു. അപ്പം ഞാൻ ഇനിയിപ്പോൾ കുറച്ച് സത്യം പറഞ്ഞാൽ തന്നെയും അതൊരു നുണയായി തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എനിക്ക് എന്നോട് തന്നെ സംവദിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. അതാണ് ഒരു കാരണം. മറ്റൊരു കാരണമായിട്ടുള്ളത് എൻ്റെ മകനാണ്. എൻ്റെ മകൻ മിഥുൻ മോഹൻ. ഞങ്ങൾ അച്ഛനും മകനുമായിരുന്നില്ല. അങ്ങനെ ആവാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നായിരുന്നു ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇതര വിഷയങ്ങളെക്കുറിച്ച്, ഇപ്പോൾ സംസ്കാരമായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, മറ്റെന്തും ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് ഏറെ ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നത് മിഥുൻ മോഹനുമായിട്ട്. സത്യം പറഞ്ഞാൽ ഒരു മകൻ നെറുകുതൊട്ട വേവാണ് ഞാൻ എഴുതുന്ന അക്ഷരങ്ങൾ. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാത്ത വിഷയങ്ങളില്ല. ഒരു അച്ഛനും മകനും എന്ന നിലയ്ക്കല്ല. ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എഴുതാനുള്ള നോവലിനെ കുറിച്ച്, വെളിപ്പുറത്തമ്മയുടെ ക്ലൈമാക്സിനെ കുറിച്ച്, അങ്ങനെ എത്രയോ കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടാണ് അവൻ പോയത്. എന്നെ കേൾക്കാനിപ്പോൾ മിഥുനോളം, എൻ്റെ മകനോളം വലിയ ശ്രദ്ധകളില്ല. സന്തോഷങ്ങളെ അതിൻ്റെ ഉറവിടത്തിൽ പോയി സന്ദർശിക്കാൻ എന്താ മാർഗം? അതാണ് സ്വാതി ബഡായി അന്വേഷിക്കുന്നത്. ഉദയം പോലെയാണ് ചില അസ്തമയങ്ങളും. രണ്ടും എന്നെ വല്ലാതെ ഭ്രമിപ്പിച്ചിട്ടുണ്ട്. വല്ലാതെ. ഓരോ അസ്തമയവും അതിൻ്റെ ഗർഭത്തിലൊരു ഉദയത്തെ കാത്തുപോരുന്നുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ആ ആത്മവിശ്വാസത്തിലാണ് ഞാൻ തുടങ്ങുന്നത്. ഇതുവരെ കേട്ട നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി, സ്നേഹം. നമുക്ക് വീണ്ടും കാണാം. സന്തോഷം.